സദ്യക്കൊക്കെ തയ്യാറാക്കുന്ന കട്ടിയായിട്ടുള്ള അവിയൽ വരട്ടിയെടുത്ത അവിയൽ പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കറിൽ എങ്ങനെ തയ്യാറാക്കാൻ പറ്റുമെന്നാണ് ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അതിനായിട്ട് കുക്കറിൽ ഇപ്പം 3.5 ലിറ്റർ കുക്കറാണ് എടുത്തിരിക്കുന്നത്. ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കുക. എണ്ണമയം താഴെ മുഴുവൻ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ, ഏറ്റവും താഴെ ചേനയാണ് ചേർക്കുന്നത്. അതിന് ശേഷം ക്യാരറ്റും വെള്ളരിക്കയുടെ പകുതി, പടവലങ്ങ കഷ്ണം എടുക്കുമ്പം ഏറ്റവും കുറവ് ചേനയും ഏറ്റവും കൂടുതൽ വെള്ളരിക്കയും വരുന്ന രീതിയിൽ വേണം കഷ്ണങ്ങൾ എടുക്കാൻ. 5 കപ്പോളം കഷ്ണങ്ങളുണ്ട്. ഏറ്റവും മുകളിലായിട്ട് മുരിങ്ങയ്ക്കയും ബാക്കിയുള്ള ഒരു പിടി വെള്ളരിക്കയും കൂടെ ചേർത്ത് ഒരു ചെറിയ കഷ്ണം പുളി ഇതുപോലെ ഒരു 1/4 കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് കരച്ച് ആ പുളിവെള്ളം മാത്രമായിട്ട് ഒന്ന് അരിച്ചൊഴിക്കുക. പുളി അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കുക്കർ അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേണം വേവിക്കാനായിട്ട്. ഒരു വിസിൽ വന്നതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് ആ പ്രഷർ അപ്പം തന്നെ റിലീസ് ചെയ്ത് എടുക്കുക. പ്രഷർ താഴാനുള്ള നേരം കൊടുക്കണ്ട, അങ്ങനെയാണെങ്കിൽ കഷ്ണങ്ങൾ കൂടുതൽ വെന്തു പോവും. ഇതുപോലെ പ്രഷർ പുറത്തേക്ക് കളഞ്ഞിട്ട് ഉടനെ തന്നെ കുക്കറിൻ്റെ അടപ്പ് തുറന്നെടുക്കാം. അടപ്പ് തുറന്ന് കഷ്ണങ്ങളൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. മഞ്ഞൾപ്പൊടി മുകളിൽ ഇട്ടിരിക്കുന്നത് കൊണ്ട് മുകളിലായിരിക്കും മഞ്ഞൾപ്പൊടി നന്നായിട്ട് എല്ലായിടത്തും ഒരുപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ട് സ്വാദിനാവശ്യമുള്ള ഉപ്പും കരിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് തേങ്ങ ചതച്ച കൂട്ടും കൂടെ ചേർക്കണം. 1 കപ്പ് തേങ്ങയിൽ എരിവിനാവശ്യമുള്ള ചുമന്ന മുളകും പച്ചമുളകും എത്രയാണോ ചേർക്കേണ്ടത് അതുപോലെ ഇപ്പോൾ ഇതിലേക്ക് 2 പച്ചമുളകും 2 ചുമന്ന മുളകുമാണ് എടുത്തിരിക്കുന്നത്. കൂട്ടത്തിൽ ഒരു 1/4 ടീസ്പൂൺ ജീരകവും കൂടെ ഇട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിക്കരുത്. തേങ്ങാക്കൂട്ട് ഇട്ടതിന് ശേഷം കുക്കർ അതുപോലെ തന്നെ അടച്ച് ഒരു 3 മുതൽ 5 മിനിറ്റ് വരെ ആവി കയറ്റി എടുക്കുക. തേങ്ങ ഇട്ടതിന് ശേഷം ഇളക്കണ്ട. ആ തേങ്ങയുടെ പച്ചമണം ഒന്ന് മാറിക്കിട്ടാനായിട്ട് ഇതുപോലെ ആവിയിൽ വെന്തതിന് ശേഷം നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഈ സമയം കൊണ്ട് അതിലൊട്ടും വെള്ളമയവും കാണത്തില്ല കുക്കറിൻ്റെ താഴ്ഭാഗത്ത്. ഇഷ്ടമുള്ളവർക്ക് ഇനി 1-2 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൂടുതൽ കരിവേപ്പിലയും ചേർക്കാം. ഇപ്പം കാണുമ്പോൾ അറിയാം കുക്കറിൻ്റെ താഴ്ഭാഗത്തിൽ ഒട്ടും അടിക്ക് പിടിച്ചിട്ടുമില്ല. എന്നാൽ നല്ല വരട്ടിയെടുത്തിരിക്കുന്ന അവിയൽ പോലെ തന്നെ കിട്ടിയിട്ടുമുണ്ട്. ഇത് നമുക്ക് ചൂടോടെ വിളമ്പാം. ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ അടദോശയുടെ കൂടെയൊക്കെ അവിയൽ നല്ല കോമ്പിനേഷനാണ്. ഇതുപോലെ വളരെ പെട്ടെന്ന് തന്നെ ഒരു 3 പേര് ഉള്ള ഫാമിലിയിൽ ചെറിയ ക്വാണ്ടിറ്റിയിൽ അവിയൽ വയ്ക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ അവിയൽ തയ്യാറാക്കി എടുക്കാം. സദ്യക്കൊക്കെ വിളമ്പാനും വളരെ എളുപ്പമായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇതുപോലെ പ്രഷർ കുക്കറിൽ എല്ലാവരും ഒന്ന് ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിൽ നമുക്കിതുപോലെ നല്ല രീതിയിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ക്വാണ്ടിറ്റി കൂടുതലാണെങ്കിൽ നമ്മൾ സാധാരണ ചട്ടിയിൽ വയ്ക്കുന്നത് പോലെ തന്നെ വയ്ക്കണം. ഇതുപോലെ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.